ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര വരുന്ന നേരത്ത് ആദി സോഫയിലിരുന്ന് കളിക്കായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ കലി തുള്ളി അങ്ങ് ചെല്ലട്ടെ ചന്ദ്ര. എടാ, സോഫയിൽ നിന്ന് എണീക്ക്, നിനക്കൊക്കെ ഇരിക്കാനുള്ളതല്ല ഈ സോഫ എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരികയും, എന്താ ആൻറ്റി ഇത്, അവനൊരു ചെറിയ കുഞ്ഞല്ലേ എന്ന് ചോദിക്കട്ടോ. അവൻ കുഞ്ഞൊന്നല്ല, വഴിയിലൂടെ പോകുന്നവർക്കേ കയറി താമസിക്കാൻ എന്താ ആശ്രയ കേന്ദ്രമാണോ? അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കുന്നതിന് പകരം ഇവിടെ വന്ന് ഞെളിഞ്ഞിരിക്കുക. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലേ അവന് പറഞ്ഞു കൊടുക്കായിരുന്നു ഒരു വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണോ എന്ത് ചെയ്യണ്ട എന്ന്. അവരില്ലാത്തതിന്റെ എല്ലാ കുറവും ഈ ചെക്കനുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് കൊള്ളുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദിയുടെ അമ്മൂമ്മ അവിടേക്ക് ഓടി വരികയാണ് കേട്ടോ. എന്താ മോന് പറ്റിയേ? അമ്മൂമ്മേ, ഈ അച്ഛമ്മ എന്നെ ആവശ്യമില്ലാതെ വഴക്ക് പറയാ. ആരുടെ നിന്റെ അച്ഛമ്മ? അത് കേൾക്കുമ്പോൾ ആദിയുടെ അമ്മൂമ്മ പറയും, അയ്യോ അവൻ ഇങ്ങനെ വഴക്ക് പറയല്ലേ, എന്താ ചെയ്തത് അവൻ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളോടെ ഞാൻ പറഞ്ഞത് എന്താ, ഇവിടെ ഏതെങ്കിലും ഒരു റൂമിൽ ഇരിക്കണം എന്നല്ലേ? ഈ വീട് മൊത്തം ചുറ്റിക്കറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീട് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാട്ടോ. ഞാൻ വരുമ്പോഴേ ഇവൻ എൻ്റെ സോഫയിൽ ഇങ്ങനെ ചാഞ്ഞിരിക്കുക. അപ്പോഴേക്കും അവിടേക്ക് ശ്രുതി വരുന്നുണ്ട്. അമ്മേ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട്, നീ അറിഞ്ഞോ ഈ കുരുപ്പേ എൻ്റെ സോഫയിൽ വന്നിരിക്കുക? ഓ, അത് കുഞ്ഞല്ല അമ്മേ, ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, നീയും അത് തന്നെയാണല്ലോ പറയുന്നത്. ഇവൻ കാണാൻ ഇത്തിരിയുള്ളെങ്കിലും മുതിർന്നവരുടെ കയ്യിലിരിപ്പ എന്ന് ചന്ദ്ര പറയുമ്പോൾ വീണ്ടും അത് ശ്രുതിക്ക് കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതിയും ഇറങ്ങി വരുന്നുണ്ട്. എന്താ അമ്മ പ്രശ്നം, എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയും, ഇവിടെ എന്താണ് പ്രശ്നമെന്നോ, സാമ്പാറിന് ഉപ്പില്ല. അതിനമ്മേ, ഞാൻ ഇന്ന് സാമ്പാറിലല്ല ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ, തർക്കുത്തരം വേണ്ട, ഞാനേ പുറത്തുനിന്ന് വരുമ്പോൾ ഇവ എൻ്റെ സോഫയിൽ ഞെളിഞ്ഞിരിക്കുക എന്ന് പറയാട്ടോ. അപ്പൊ രേവതി പറയും, ആ സോഫയിലൊന്ന് ഇരുന്നു എന്ന് വെച്ച് സോഫ എന്താ അലിഞ്ഞു പോവോ എന്ന് ചോദിക്കാട്ടോ. നീയേ നിന്റെ മടിയിൽ അവനെ ഇരുത്തിയാ മതി, എന്റെ സോഫയിലൊന്നും ഇരുത്തണ്ട. നിന്റെ കൂടെ വന്നതും നിന്നെ പോലെ തന്നെയാണ്. പെറ്റമ്മയുണ്ടെങ്കിലേ അവനെ പറഞ്ഞു കൊടുത്തു വളർത്തുമായിരുന്നു. അച്ചമ്മ വളർത്തിയവരൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഉണ്ടല്ലോ ഒരുത്തൻ അച്ചമ്മ വളർത്തിയവൻ, അലവലാതി പയ്യൻ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴും രേവതി പറയുന്നുണ്ട്, എന്താ അമ്മയുടെ പ്രശ്നം, അവൻ ആ സോഫയിൽ ഇരുന്നതോ? അതല്ല അമ്മയുടെ ശരിക്കുള്ള പ്രശ്നം, അവനും അവന്റെ അമ്മൂമ്മയും ഇവിടെ താമസിക്കുന്നതാ. അവരിവിടെ നിന്ന് സഹി കെട്ടി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിക്കട്ടോ. അതെ, ആദ്യം ഒന്ന് സോഫയിലിരുന്നു, അതിന് ഈ അമ്മ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ എന്ന് രേവതി പറയുന്ന നേരത്ത്, അതിനെന്താ അവൻ അവിടെ ഇരുന്നെന്ന് വെച്ച്, അത് സോഫയല്ലേ, ഇവരുടെ സിംഹാസനമൊന്നല്ലല്ലോ. അതിനിടയിലെ സച്ചേട്ടന് ഇട്ട് തന്നിരുന്ന ഒരു കൊട്ട്, അച്ചമ്മ വളർത്തിയവരൊക്കെ ഇങ്ങനെയാവും എന്ന് പറഞ്ഞിട്ട്, ഇവിടെയുണ്ട് ഒരു തലചേർച്ചവൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നങ്ങ് പറയുന്ന നേരം നമ്മുടെ സച്ചി ചന്ദ്രയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണേ. എന്റെ അച്ചമ്മ ഇവിടെ ഇല്ലാത്തതേ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുമ്പോ, എന്താ നീ നിന്റെ അച്ചമ്മ വളർത്തിയത് കൊണ്ട് തന്നെ ഇങ്ങനെ ആയിപ്പോയത്? ഞാൻ വളർത്തിയ 2 മക്കളെ കണ്ടോ നീ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴേക്ക് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. ഇത് കേൾക്കുന്ന സച്ചി പറയുന്നുണ്ട്, ഈ സാധനല്ലേ, അതിനെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും, അതുകൊണ്ട് നോക്കുന്നില്ല എന്ന് പറയണേ. ഒരു ചെറിയ കുഞ്ഞ് സോഫയിൽ കയറിയിരുന്നെന്ന് വെച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു LKG കുട്ടിയുടെ ബുദ്ധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയാമായിരുന്നോ? സച്ചി, ഞങ്ങൾ ഇവിടുന്ന് പോയേക്കാന്ന് പറയട്ടോ ശ്രുതിയുടെ അമ്മ. നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യയെയും എടുത്ത് സച്ചി പോവാണ്. രേവതി ആ അമ്മയെയും കൂട്ടി അങ്ങോട്ട് മുകളിലേക്ക് പോവാണ് കേട്ടോ.